അയോധ്യയോടൊപ്പം രാജ്യം മുഴുവൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളും ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരുടെയും മനസ്സും ശരീരവും ഒക്കെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ആകാംക്ഷയോടെ ഉറ്റുനോക്കുമ്പോൾ അയോധ്യ നഗരി ഏതു രീതിയിലാണ് ഒരുക്കങ്ങൾ പൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുന്നത്? അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി പൂർണ്ണ സജ്ജം എന്നുള്ളത് വേണം തന്നെ പറയാൻ. അതിന്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആ തയ്യാറെടുപ്പുകളും ഈ ക്രമീകരണങ്ങളും എല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും ഒരു ഉത്സവ ലഹരിയിലേക്ക് അയോധ്യ മാറിക്കഴിഞ്ഞു. അയോധ്യയിലെയും സമീപദേശങ്ങളിലെയും തീർത്ഥാടകരൊപ്പം ഭാരതത്തിലെ തന്നെ വിവിധ കോണുകളിൽ നിന്നുള്ള ആചാര്യന്മാരും രാമഭക്തരും ഈ പുണ്യഭൂമിയിലേക്ക് ഇപ്പോൾ നിറഞ്ഞൊഴുകുകയാണ്. ഒന്ന്, ഈ താൽക്കാലിക ക്ഷേത്രത്തിലുള്ള നിലവിലെ രാമവിഗ്രഹത്തിൽ അവസാനമായി പ്രാർത്ഥിക്കുന്നതിന്, അവിടെ പ്രാർത്ഥന നടത്തുന്നതിന്, ഒപ്പം പുതിയ രാമക്ഷേത്രത്തിൽ രാമൻ തൻ്റെ സ്വന്തം ജന്മഭൂമിയിലെ പുതിയ ക്ഷേത്രത്തിൽ വീണ്ടും പ്രതിഷ്ഠിതനാകുമ്പോൾ ഈ പുണ്യഭൂമിയിൽ നിൽക്കുന്നതിനും ആ ഒരു അനുഗ്രഹം വാങ്ങുന്നതിനുമായി വലിയ രീതിയിൽ ആളുകൾ ഈ രാമ ജന്മഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നിയന്ത്രണങ്ങൾ അടുത്ത ദിവസം ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകൾ പോലീസ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഈ മണ്ണിൽ നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു പുണ്യമായി കരുതിക്കൊണ്ട് വലിയ രീതിയിലുള്ള തീർത്ഥാടകർ അയോധ്യയിലെയും സമീപ പ്രദേശങ്ങളിലെയും തന്നെ എത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ ഈ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പട്ടാഭിഷേകം വലിയ രീതിയിൽ ആഘോഷമാക്കുന്നതിന്, അതൊരു ഉത്സവമാക്കുന്നതിനെ കൊണ്ടാടുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് അയോധ്യയിലെ രാം കി പേടിയാണ്. ഇവിടെ എന്നും വൈകിട്ട് നമ്മൾ ലൈവിൽ കാണിക്കാറുണ്ട്. ഇവിടെ ലൈറ്റ് ഷോ, രാമകഥ ലൈറ്റ് ഷോ നടക്കാറുണ്ട്. ശ്രീരാമ ഭഗവാന്റെ ജീവിതത്തിന്റെ സന്ദർഭങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ലൈറ്റ് ഷോ ആണ് നടക്കാറുള്ളത്. അത് കാണുന്നതിനും വലിയ രീതിയിൽ ആളുകൾ എത്താറുണ്ട്. ഒപ്പം അയോധ്യയിലേക്ക് വലിയ രീതിയിലുള്ള തീർത്ഥാടക പ്രവാഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ നിന്നും നിരവധി തീർത്ഥാടകർ ഈ സമയത്ത് അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. കോഴിക്കോട് നിന്ന് എത്തിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. പേര് പറഞ്ഞോളൂ. പ്രബീഷ്. ജയ് ശ്രീറാം. ശ്രീനാഥ്. ജയ് ശ്രീറാം. എന്താണ് തോന്നുന്നത്? ഒരു വലിയ കാത്തിരിപ്പിന് ശേഷം രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം വരികയാണ്, പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. ഇങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ ഇവിടെ വന്നു ചേരാൻ പറ്റിയത് തന്നെ വളരെ ഒരു പുണ്യമായിട്ട് കരുതുകയാണ്. ഒരുപാട് വർഷക്കാലത്തെ പ്രയത്നങ്ങൾക്കും കാര്യങ്ങൾക്കും ശേഷം ഇങ്ങനെ ഒരു ഉത്സവം ഇവിടെ നടക്കുമ്പോൾ പലർക്കും വരാൻ സാധിക്കുന്നില്ല. നമുക്കത് സാധിച്ചത് വളരെ ഒരു പുണ്യമായിട്ട് കരുതുകയാണ്. 22-ാം തീയതി പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹങ്ങളാണ്. ഇനി ഇതുപോലത്തെ ഒരു അവസരം ഉണ്ടാവാൻ ചാൻസും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വളരെ സന്തോഷം, എന്താ പറയേണ്ടത് തന്നെ അറിയുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഈ പുണ്യഭൂമിയിൽ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ ഒരു പുണ്യമായിട്ട് കരുതുകയാണ്. ഒരു മനുഷ്യ ജന്മത്തിൽ ലഭിക്കുന്ന പുണ്യം കൂടിയാണ്. വലിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എങ്ങനെയാണ് അത്തരം വലിയ സാധാരണക്കാരായ തീർത്ഥാടകർക്ക് അടുത്ത ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാകുമോ എന്ന് പോലും അറിയത്തില്ല? അതിനെ കുറിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വേവലാതിപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ അന്തരീക്ഷത്തിൽ എത്തിപ്പെടാനുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമായിട്ടാണ് വന്നത്. പറ്റുമെന്ന് വെച്ചാൽ പിറ്റേന്ന് തൊഴാൻ ഒരു സാധിച്ചിരിക്കുകയാണ്. അത്രയും വലിയൊരു സന്തോഷം വരുന്നില്ല. തീർച്ചയായും അത്തരത്തിൽ വലിയ രീതിയിൽ തീർത്ഥാടകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് കേരളത്തിൽ നിന്നും ഇത്തരത്തിൽ തീർത്ഥാടകർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്. അതിന് പുറമെ ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന്, പുണ്യഭൂമികളിൽ നിന്നുള്ള ആചാര്യന്മാരെത്തുന്നുണ്ട്. ഇത്തരത്തിൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. അവരെല്ലാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പുണ്യ നിമിഷത്തിൽ രാംലല്ല വീണ്ടും രാമജന്മഭൂമിയിൽ പ്രതിഷ്ഠിതനാകുമ്പോൾ ആ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് അതിന് സാക്ഷ്യം വഹിക്കുക, ആ ഒരു സമയത്ത് ഈ ഒരു ഭൂമിയിൽ ഉണ്ടാവുക എന്നുള്ളൊരു ഒരു ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുഗ്രഹം നേടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തീർത്ഥാടകരുടെ വലിയ പ്രവാഹം ഇപ്പോൾ അയോധ്യയിലേക്കുള്ളത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചു തോന്നുന്ന അയോധ്യയിലെയും സമീപദേശങ്ങളിലെയും ആളുകൾ വലിയ കൂട്ടങ്ങൾ, 100-ഉം 150-ഉം അധികം ആളുകൾ ഒരു കൂട്ടമായി എത്തിക്കൊണ്ട് അവർ ഹനുമാൻഗഡിയിൽ ദർശനം നടത്തി ഈ പൂർണ്ണകുംഭം ഉൾപ്പെടെ ആചാര്യന്മാർക്ക് നൽകിക്കൊണ്ട് ഒരു പട്ടാഭിഷേകത്തിന്റെ ഉത്സവം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ സമീപവാസികളോട്, അല്ലെങ്കിൽ അയോധ്യ നിവാസികളോട് സൂചിപ്പിച്ചപ്പോഴും അവരതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഓരോ ദേശങ്ങൾ തിരിഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പട്ടാഭിഷേകം ആഘോഷമാക്കുകയാണ് ഞങ്ങൾ എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിലൊരു ഉത്സവ ലഹരി നമുക്ക് അയോധ്യയുടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ആ ഒരു ഉത്സവ ലഹരി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ അടുത്ത ദിവസം മുതൽ ഈ നഗരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ SPG ഏറ്റെടുക്കും, NSG കമാൻഡോസ് ഏറ്റെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 3 ലെയറുകളായി തിരിച്ചുകൊണ്ട്, റെഡ് സോൺ, യെല്ലോ സോൺ എന്നിങ്ങനെ 3 സോണുകളായി തിരിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 22-ന് ഉച്ചയ്ക്ക് 12:20 ശുഭമുഹൂർത്തത്തിലായിരിക്കും വർഷങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം രാമജന്മഭൂമിയിൽ രാംലല്ല വീണ്ടും പ്രതിഷ്ഠിതനാകുന്നത്. വിഗ്രഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ
ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഭാരതം മുഴുവൻ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ഒരു ഉത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകുന്നു. അയോധ്യ ഇതിനോടകം തന്നെ ആ ഒരു ഉത്സവ ലഹരിയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. രോഹിണി, അതെ, ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ രാമഭക്തരുടെ പ്രവാഹം തന്നെയാണ് അയോധ്യയിലേക്ക്. അതോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ സമർപ്പിക്കുന്ന ഉപഹാരങ്ങളും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ജിഷ്ണു? കാരണം കേരളത്തിൽ നിന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ഓണവില്ല് 21-ാം തീയതി അയോധ്യയിൽ എത്തിച്ചേരും. ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസമാണ് അത് രാമഭക്തർ യാത്രയയപ്പ് നൽകിയത്. രോഹിണി, തീർച്ചയായും ഈ ഒരു സമയത്ത് അയോധ്യയിലേക്ക് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂജാദ്രവ്യങ്ങളും ഒപ്പം രാംലല്ലയ്ക്കുള്ള ഉപഹാരങ്ങളും എല്ലാം തന്നെ എത്തുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഓണവില്ലാണെങ്കിൽ ഗുജറാത്തിൽ നിന്നുള്ള വലിയ ചന്ദനത്തിരിയൊപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള നെയ്യ്, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഉപഹാരങ്ങൾ എത്തുന്നു. ഒപ്പം പൂജാദ്രവ്യങ്ങൾ വിവിധ പുണ്യകേന്ദ്രങ്ങളിൽ നിന്നെത്തുന്നു. വിവിധ മേഖലകളിലുള്ള ആചാര്യന്മാർ, ക്ഷണിക്കപ്പെട്ട 4000-ഓളം സന്യാസി ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിലായിരിക്കും ഈ പൂജ നടക്കുക. ഇപ്പോൾ രാം കി പേടിയിൽ ഈ രാമകഥ ലൈറ്റ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. അത് എത്രത്തോളം നമ്മുടെ സ്ക്രീനിൽ അത് തെളിയുമ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു ലൈറ്റ് ഷോ ഈ തീർത്ഥാടകർ വരവേൽക്കുന്നത്. അതിൽ രാമന്റെ ജനനം മുതൽ ദേഹവിയോഗം വരെയുള്ള ഒരു സന്ദർഭങ്ങൾ ഓരോന്നായി വിവരിച്ചുകൊണ്ട് അതിന്റെ ഒരു ലൈറ്റ് ഷോ ആണ് ഇവിടെ നടക്കുന്നത്. അത് ഇപ്പോൾ രാം കി പേടിയിൽ ആരംഭിക്കുകയാണ്. അത് കാണുന്നതിനായാണ് വലിയ കൂട്ടം തീർത്ഥാടകരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള ദൃശ്യങ്ങളിൽ കാണാം.